ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ നമ്മൾ പുഷ്പേച്ചി ഉണങ്ങിയ ചെടിക്കമ്പളൊക്കെ കൊത്തിക്കളയുന്ന കേട്ടോ. ഈ ചൂടിന് ഉണങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. നല്ലൊരു ചെടിയായിരുന്നു, ചുവന്ന ചെക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഭാഗമെല്ലാം ഉണങ്ങിപ്പോയതുകൊണ്ടായാലും കൊത്തിക്കളയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ പുഷ്പേച്ചിട്ട് ചെടിത്തോട്ടം കേട്ടോ. അപ്പോൾ ചെടിത്തോട്ടത്തിൻ്റെ ഇടക്കണ്ട പൊക്കി നോക്കുന്ന കുറച്ച് ശംഖുപുഷ്പം പൂക്കൾ വളരെ കുറവായിരുന്നു. എന്നിട്ട് ഞാൻ 2-3 പൂക്കൾ എടുത്തിട്ടുണ്ട്. ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ആ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പൂക്കളെ കിട്ടിയിട്ടുള്ളൂ, എന്നാലും തൽക്കാലത്തേക്ക് അത് മതി എന്ന് വിചാരിച്ചിട്ട് അതും എടുത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഡെയിലി കുടിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചക്ക് 1-2 പ്രാവശ്യം കുടിച്ചാൽ ഈ ശംഖുപുഷ്പം നല്ല ഔഷധമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡെയിലി കുടിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 1-2 തവണ കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശംഖുപുഷ്പം മാത്രം ഇട്ടിട്ട് ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് ശംഖുപുഷ്പം ഇട്ട് വെള്ളത്തിന് പ്രത്യേക രുചിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ 2 ദിവസം മുമ്പ് വരുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിന് ഇത്, ഈ ചെടി പൂവ്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, കുറേ കാലം ഒന്നല്ല. എന്നെ ഞാൻ വേണ്ടി നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പറിച്ച് വെച്ചിട്ടുള്ള ശംഖുപുഷ്പം നന്നായി വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയെടുക്കണം, വല്ല പുഴുവോ പ്രാണിയോ ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തിക്കാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കളറില്ലേ, ആ ബ്ലൂ കളറൊക്കെ ഇളകി വെള്ളത്തിലേക്ക് ചേരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചുക്കുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഈ ശംഖുപുഷ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു ചൂടുവെള്ളം കുടിക്കുന്ന ആ ഒരു ഫീലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചുക്കുപൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എരിവും ആ ഒരു ചുക്കുപൊടീൻ്റെ ഒരു എരിവും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ചുക്കുപൊടി ഇട്ട് കൊടുത്തത്. പ്രത്യേകം എൻ്റേതായ തരത്തിൽ പ്രത്യേക ഡ്രിങ്ക് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ടേസ്റ്റാട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായി തിളച്ച് വന്ന സമയത്ത് നമുക്ക് ആ പൂവൊക്കെ ഒന്നെടുത്ത് പുറത്ത് കളയണം. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി. അരിച്ചെടുക്കാം നമ്മൾ ആ ചുക്കുപൊടിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷേ ഞാൻ അരിച്ചെടുത്തിട്ടില്ല, ഒന്ന് ഊറ്റിയെടുത്തിന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ടതില്ല, ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞൊഴിച്ചാൽ ഇതിലും രുചി ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്ത് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ സൂപ്പർ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബായ്.